ഞാനിപ്പോൾ ഇവിടെ ഒരു ചുരിദാറിൻ്റെ ഡ്രാഫ്റ്റിംഗ് ആണ് കാണിക്കുന്നത്. തുണിയെ നാലാക്കി മടക്കിയിട്ടതിന് ശേഷം നമ്മളതിൻ്റെ ഷോൾഡറും നെക്ക് വിഡ്ത്തുമാണ് കാണുന്നത്. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചും 3.25 ഇഞ്ചും അവിടുന്ന് താഴത്തേക്ക് നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് 4.5 ഇഞ്ചുമാണ്. ഫ്രണ്ട് നെക്കാണ് ചെയ്യുന്നത്. ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് മടക്കിയിട്ടതാണ്. അതിനുശേഷം ഷോൾഡർ മാർക്ക് ചെയ്യുക. 7 ഇഞ്ചാണ് ഷോൾഡർ വരുന്നത്. അതേ 7 ഇഞ്ച് തന്നെ നമ്മൾ ആം ഹോളിനും മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെസ്റ്റിൻ്റെ അളവാണ് കാണുന്നത്. ചെസ്റ്റ് അളവ് 10.5 ഇഞ്ചാണ് വരുന്നത്. അതിനോട് കൂടി തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് കൂട്ടിയിടണം. ഒരു രേഖയായിട്ട് വരച്ചു. ഇനി നമ്മൾ വേസ്റ്റ് അളവാണ് കാണുന്നത്. വേസ്റ്റ് അളവ് ഷോൾഡറിൻ്റെ മുകളിൽ നിന്ന് 13 ഇഞ്ച് താഴത്തേക്ക് എടുത്തതിന് ശേഷമാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. 9.5 ഇഞ്ചാണ് വേസ്റ്റ് അളവ് എടുക്കുക. ഈ വേസ്റ്റ് അളവ് നമ്മൾ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുന്നു. അതിനോട് കൂടി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. വേസ്റ്റ് അളവിനോട് കൂടി 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടുന്നുണ്ട്. 9.5 + 1.5 ഇനി ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് നമ്മൾ ഹിപ്പിൻ്റെ ലെങ്ത്താണ് കാണുന്നത്. ഹിപ്പ് ലെങ്ത്ത് വരുന്നത് 20 ഇഞ്ചാണ്. ഇതവിടെ മാർക്ക് ചെയ്തു. ഹിപ്പിൻ്റെ ലെങ്ത്ത് 20 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് മാർക്ക് ചെയ്തു. ഇനി നമ്മളതിൻ്റെ വിഡ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. ഹിപ്പിൻ്റെ വിഡ്ത്ത് വരുന്നത് 10.5 ഇഞ്ചാണ്. ഇവിടെ ഒരു മാർക്ക് ഇട്ടു. അതിനോട് കൂടി 1 ഇഞ്ച് മാത്രമാണ് തയ്യൽ തുമ്പിടുന്നത്. താഴ്വശം വരുമ്പോൾ നമ്മൾ 1 ഇഞ്ച് മാത്രമേ താഴെ വരെ ഇനി തയ്യൽ തുമ്പിടാൻ പാടുള്ളൂ. ഇനി ആ പോയിന്റുകളെയൊക്കെ ഒന്ന് യോജിപ്പിക്കുകയാണ്. ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ് ഇത് 3ഉം യോജിപ്പിച്ച് വരയ്ക്കുക. ഇതിൻ്റെ തയ്യൽ തുമ്പുകളെ നമ്മളൊന്ന് യോജിപ്പിച്ച് വരയ്ക്കണം. യോജിപ്പിച്ചു. പിന്നെ ആ 3 പോയിന്റുകളുടെയും തയ്യൽ തുമ്പും നമ്മളൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. താഴെ ഹിപ്പ് റൗണ്ടിലേക്ക് എത്തുമ്പോഴേക്കും 1 ഇഞ്ചിൽ വന്ന് അവസാനിക്കണം. വേസ്റ്റും ചെസ്റ്റും 1.5 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പിടുന്നത്. ഹിപ്പിന് വരുമ്പോൾ 1 ഇഞ്ച് മാത്രമാണ് ഇടുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് അവിടെ നിന്ന് താഴേക്ക് നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇടുകയാണ്. ലെങ്ത്തിന് നേരെ തന്നെ 10.5 ഒരു വര വരയ്ക്കുന്നു. അതിനുശേഷം 1 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പിടുന്നു. നമുക്ക് മടക്കി സ്ലിറ്റിൻ്റെ ഓപ്പൺ തൊട്ട് താഴെ വരെ മടക്കി തയ്ക്കാനുള്ളതാണ് 1 ഇഞ്ച്. അതിനുശേഷം ആ താഴ്വശം ഒന്ന് ഷെയ്പ്പാക്കുകയാണ്. 1/2 ഇഞ്ച് മുകളിലേക്ക് വരച്ചിട്ട് ഒന്ന് ഷെയ്പ്പാക്കി കൊടുക്കുകയാണ്. താഴ്വശം തൂങ്ങി വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ 1/2 ഇഞ്ച് ഷോൾഡറിന് സ്ലോപ്പ് ഇടുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ 7 ഇഞ്ചിലേക്ക് പിടിച്ച് ടാപ്പിനെ നടു മടക്കി അവിടെ ഒരു മാർക്ക് കൊടുക്കുക. ആം ഹോൾ കണ്ടെത്താനാണ്. പിന്നെ ചെസ്റ്റിൻ്റെ അളവിൽ നിന്ന് 1 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ആം ഹോളിൻ്റെ ആ കോർണറിൽ നിന്ന് 1.5 ഇഞ്ചും മാർക്ക് ചെയ്യുക. ഈ 3 പോയിന്റുകളെയാണ് നമ്മൾ ആം ഹോളിന് വേണ്ടി യോജിപ്പിക്കുന്നത്. ഏറ്റവും സിമ്പിളാണ്. ഇങ്ങനെ സിമ്പിളായിട്ട് തയ്ക്കുന്ന വിധമാണ് കാണിക്കുന്നത്. അത് വരച്ച് കാണിക്കുകയാണ്. ആം ഹോൾ റൗണ്ടാണ് വരച്ചത്. ഷോൾഡറിൻ്റെ 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാണ്. ഇത്രയാണ് നമ്മളപ്പോൾ ചുരിദാറിൻ്റെ കട്ടിങ്ങിന് ഡ്രാഫ്റ്റിങ് വരുന്നത്. അത് കഴുത്താണ്. കഴുത്ത് നെക്കിൻ്റെ ഒന്ന് 4 പീസ് കാണിക്കുന്നുണ്ട്. അതിൽ ബാക്കി അങ്ങോട്ട് വരുന്ന വശം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെ ചുരുക്കി എടുക്കുക എന്നുള്ളതാണ് കാണിച്ചത്. 4 മടക്കിയിട്ടതാണ്. ഇനി നമ്മൾ നെക്ക് ഇതിൽ അടയാളപ്പെടുത്തുന്നേ ഉള്ളൂ. നെക്ക് കട്ട് ചെയ്തെടുക്കണില്ല. അത് നമ്മൾ ക്യാൻവാസിലാണ് ചെയ്യാൻ പോകുന്നത്. ഇത്രയാണ് നമ്മളെ ഡ്രാഫ്റ്റിങ് വരുന്നത്.
ഇനി കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്.